ഹലോ ഹലോ. ഗൈസ്, അപ്പം സൗണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. പരിപാടി ഇതെന്തുവാ? എൻ്റെ സാധനം കടിച്ചു പോയി. നെറ്റും ഇല്ല. ഇതെന്തുവാ? ഗൈസ്, അപ്പം നമുക്ക് നമുക്ക് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് സിമ്പിളാണ്. നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, ആരാണ് നമ്മുടെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതൊക്കെ ആരാണെന്നാണ് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് റോബർട്ട് ഡൗണി ജൂനിയർ. ഏകദേശം 300 മില്യൺ. 300 മില്യൺ ആണ് പുള്ളി. 300 മില്യൺ. ഇനി അടുത്ത ആളെന്ന് പറയുന്നത് കെയ്നു റീവ്സ്. പുള്ളീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഭയങ്കര സിംപ്ലിസിറ്റി ആയിട്ടുള്ളൊരു മനുഷ്യയാണ്. അതായത് പുള്ളീൻ്റെ ഒക്കെ ഇഷ്ടംപോലെ വീഡിയോസൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. കെയ്നു റീവ്സ് ആണ് അടുത്ത മനുഷ്യൻ എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം ആഡം സാൻഡൽ. ആഡം സാൻഡ്ലർ. ആഡം സാൻഡ്ലർ. ആഡം സാൻഡ്ലർ. ആഡം സാൻഡലാണ് പുള്ളീൻ്റെ ഇതിനകത്ത് ഇത് എന്താ ജസ്റ്റ് ഗോ വിത്ത് ഇറ്റ്, അത് മാത്രമാണ് ഞാൻ ആക്ച്വലി കണ്ടിട്ടുള്ളത്. ബാക്കി ഇല്ല, കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളി ഒരു കൊമേഡിയനാണ് വിത്ത് ഒരു അമേരിക്കൻ ആക്ടർ കൂടിയാണ്. പുള്ളീൻ്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഏകദേശം $440 മില്യൺ. പുള്ളിയാണ് 440 മില്യൺ. പിന്നെ ജോർജ് ക്ലൂണി. എനിക്ക് ജോർജ് ക്ലൂണി 64 ഇയേഴ്സ് ഏജ് ഓഫ് ഉണ്ട്. അതേപോലെ തന്നെ പുള്ളിയും ഒരു ആക്ടറാണ്, ഫിലിം മേക്കറും കൂടിയാണ്. പുള്ളീൻ്റെ ഇതിനകത്ത് മറ്റേ വോൾസ് മാത്രമേ എനിക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ. പിന്നെയും പുള്ളീൻ്റെ മറ്റേ ഓഷ്യൻസ് 11 ബ്രാഡ് പീറ്റിൻ്റെ കൂടെ ഉള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആണോ? അതെ, ബ്രാഡ് പീറ്റിൻ്റെ കൂടെ തന്നെ ഓഷ്യൻസ് 11 ഉണ്ട്. അപ്പം പുള്ളി ഏകദേശം $550 മില്യൺ ആണ് പുള്ളിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. ഇനി അടുത്ത ആളെന്ന് പറയുന്നത് ഡെയ്ൻ ജോൺസൺ. ഡെയ്ൻ ജോൺസൺ ഇപ്പം നിങ്ങൾ ഇത് ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. പുള്ളീൻ്റെ ഇപ്പോഴത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. വളരെ കിടുക്കാച്ചി സാധനമാണ്. പുള്ളീൻ്റെ ഒരു പടം ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. എന്തായിരുന്നു ആ പടത്തിൻ്റെ പേര്? ഡെയ്ൻ ജോൺസൻ്റെ. ഇത് ഇറങ്ങാൻ വേണ്ടി പോവാം. അതിനകത്ത് മറ്റേ പുള്ളിക്കാരത്തിൻ്റെ പേരെന്തായിരുന്നു? മറ്റേ എഡ്ജ് ഓഫ് ടുമാറോ ഉണ്ടായിരുന്നേ. എൻ്റെ മോനെ, ആ പുള്ളിക്കാരത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എവിടെ ഡെയ്ൻ ജോൺസൺ. പുള്ളീൻ്റെ ആ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഗൈസ്, ഇത് തന്നെ, ദ സ്മാഷിംഗ് മെഷീൻ. ഇതാണ് ആ പടം. ഇനി ഇറങ്ങാൻ വേണ്ടി പോകുന്ന പടം എന്ന് പറയുന്നത് സ്മാഷിംഗ് മെഷീൻ. ഇതിൻ്റെ റിലീസ് ഒക്ടോബർ മാസമാണ് റിലീസ്. ഇതിപ്പോൾ ഏതോ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഫിലിം ഫെസ്റ്റിവലിൻ്റെ പ്രദർശിപ്പിച്ച സമയത്ത് പുള്ളി കരയുന്ന വീഡിയോസൊക്കെ എന്താ ഇൻസ്റ്റഗ്രാമിൽ നല്ല രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് ബ്ലാക്ക് ആദം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ റെഡ് നോട്ടീസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് രണ്ടുമാണ് ഞാൻ മെയിനായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഏതാ ഇല്ല, പിന്നെ ഞാൻ ഫാസ്റ്റ് എക്സ്, പിന്നെ ഇത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫ്രാഞ്ചൈസ്. എസ്പെഷ്യലി എനിക്ക് റെഡ് നോട്ടീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. കാര്യം പറയാലോ, റെഡ് നോട്ടീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ റെഡ് നോട്ടീസ് ആണ് ആക്ച്വലി എനിക്ക്. പിന്നെ ബ്ലാക്ക് ആദം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് പോയി തിയേറ്ററിൽ പോയി കണ്ട പടം എന്ന് പറയുന്നത് ബ്ലാക്ക് ആദമാണ്. അതൊരു വളരെ വളരെ ബെസ്റ്റ് മെമ്മറി ഓഫ് മൈ ലൈഫാണ്. സത്യം. എൻ്റെ അടുത്ത് പൈസ ഇല്ലാതിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള അക്ഷയാണ് എനിക്ക് എൻ്റെ പൈസ തന്നത്. അവനാണ് എന്നെ തിയേറ്ററിൽ കൊണ്ടുപോയത്. അതൊക്കെ ഭയങ്കര, സത്യം പറയാമല്ലോ, ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ബ്ലാക്ക് ആദത്തിന് പോയതൊക്കെ. റെഡ് നോട്ടീസ്, പിന്നെ ഷാറുഖ് ഖാൻ. പിന്നെ നമുക്ക് ഷാറുഖ് ഖാനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. 876 മില്യൺ ആണ് പുള്ളിൻ്റെ ആസ്തി. 876 മില്യൺ. പിന്നെ ഇതിനകത്ത് ടോപ്പ് 10 ആകെയുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഷാറുഖ് ഖാൻ മാത്രമാണ്. വേറെ ആരും തന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ടോം ക്രൂസ്. ഇതിനകത്ത് എത്ര പേരാണ് ടോം ക്രൂസ് ഫാൻസ്? ഞാൻ ഭയങ്കര ഒരു ടോം ക്രൂസ് ഫാനാണ്. ഏകദേശം ലാസ്റ്റ് ഇറങ്ങിയ മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കഗ്നിങ് വരെ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട സാധനമാണ്. ഭയങ്കര അത്ര ഇഷ്ടപ്പെട്ടത്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും നിരാശ തോന്നിയൊരു സാധനം എന്ന് പറയുന്നത് ടോപ്പ് ഗൺ മാവറിക്ക്. അത് തിയേറ്ററിൽ പോയി കാണാൻ സാധിച്ചില്ല. അതിനെനിക്ക് നല്ല വിഷമമുണ്ട്, കാര്യം പറയാലോ. പിന്നെ ഇതിനകത്ത് ഏതായിരുന്നു? പിന്നെ ഐസ് വൈറ്റ് ഷട്ട്. ഇതൊരു പടമായിരുന്നു.
മറ്റേ കുബ്രിക്കിൻ്റെ പടം, സ്റ്റാൻലി കുബ്രിക്കിൻ്റെ പടം. യൂഫ്, ഇതൊരു പടമായിരുന്നു. ഇതിനകത്ത് ആ തുടക്കം തൊട്ട് അവസാനം വരെ എന്തൊക്കെയാണ് അതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊരിക്കലും എനിക്ക് പടം ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര കണ്ടൊന്നും പിടിച്ചില്ല. ബട്ട് പിന്നെ ഇങ്ങനെ ലേറ്റർ ഇതിൻ്റെ കുറേ സീൻസൊക്കെ നമ്മൾ ഇൻസ്റ്റയിലോ ബാക്കിയുള്ളടത്ത് ഇങ്ങനെ കാണാൻ തുടങ്ങിയ പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ ഭയങ്കര കൾട്ടായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സാധനം എന്ന് പറയുന്നത്. ടോം ക്രൂസ്. കൊളാട്രൽ. ഇനി പുള്ളീൻ്റെ അടുത്ത് ഇറങ്ങാൻ പോകുന്ന പടം ഏതാ? ഇല്ല, അപ്കമിങ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. അത് ഒന്നും റിവീലാക്കിയിട്ടില്ല. 2022 മറ്റേ ഫൈനൽ റെക്കഗ്നിങ് ഇറങ്ങിയതാണ് ലാസ്റ്റത്തെ. ടോം ക്രൂസ്. പിന്നെ ജെറി ഷോൺഫീൽഡ് അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ജെറി 71 വയസ്സ്. പിന്നെ ഇതാ പുള്ളീൻ്റെ ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ട് കണ്ടിട്ട്. ഈ ഷോൺഫീൽഡ് എന്ന് പറയുന്ന സീരീസിൽ ഈ പുള്ളീൻ്റെ തന്നെ ഒരു ഫിക്ഷണൽ ക്യാരക്ടറായിട്ടാണ് ഈ ഒരു സീരീസിൽ പുള്ളി വന്നേക്കുന്നത്. പുള്ളീൻ്റെ നെയിമിൽ ഒരു ഫിക്ഷണൽ ക്യാരക്ടറായിട്ട് ഷോൺഫീൽഡ്. ഇനി അടുത്തത് അർണോൾഡ് ആണ്. ടെർമിനേറ്റർ. പുള്ളിനെ കണ്ട ആദ്യം തന്നെ എനിക്ക് നമ്മുടെ ടെർമിനേറ്റർ ആണ് ഓർമ്മ വരുന്നത്. അർണോൾഡ് പുള്ളീൻ്റെ ടെർമിനേറ്റർ. ഇത് കണ്ടോ, ടെർമിനേറ്റർ ആണ്. ടെർമിനേറ്ററിൻ്റെ ഡയറക്ടർ ജെയിംസ് ക്യാമറൂൺ. അതെ, ജെയിംസ് ക്യാമറൂൺ തന്നെയാണ്. ടെർമിനേറ്റർ പുള്ളീൻ്റെ ടെർമിനേറ്റർ. പുള്ളിയാണിപ്പം കിഡിനാനായിട്ട് നിൽക്കുന്നത്. 1.1. പുള്ളി രണ്ടാമത്തെ ആളാണ്. ഇനി വേറെ ഒരാളും വേണ്ട, ടൈലർ പെറി. പുള്ളിക്ക് 55 വയസ്സുണ്ട്. പുള്ളി സിസ്റ്റേഴ്സ്, ടൈലർ പെരീസ്, ഹൗസ് ഓഫ് പെയിൻ, സ്ട്രോ, മീഡിയാസ് ഡെസ്റ്റിനേഷൻ വെഡിങ്, ഇങ്ങനെ കുറേയധികം സിനിമകളിലൊക്കെ ഈ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ലിസ്റ്റിൽ വന്നപ്പോഴാണ് എനിക്ക് പുള്ളിനെ അറിയുന്നത് തന്നെ. അല്ലാതെ എനിക്ക് പുള്ളിനെ അറിയ പോലും ഇല്ല ഗൈസ്, ഏകദേശം ഒരു അമേരിക്കൻ ആക്ടറാണ്, അതേപോലെ തന്നെ കൊമേഡിയനാണ്. ഓക്കെ ഗൈസ്, അപ്പം അതങ്ങ് കഴിഞ്ഞു. ഓക്കെ, ഇവരാണ് റിച്ചസ്റ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ്. സത്യം പറയാലോ, ഈ ഒരു പേജ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം പേജ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പേജാണ്. കുറേയധികം നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല ന്യൂസുകൾ ഇവരാണ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, നല്ല ന്യൂസുകൾ തരുന്നുണ്ട്. നമുക്കിനി ഹിസ്റ്റോറിക്കലായിട്ട് ഏറ്റവും കൂടുതൽ വെൽത്ത് ജനറേറ്റ് ചെയ്ത മനുഷ്യരെ കുറിച്ചാണ് നമ്മളിനി പറയാനായിട്ട് പോകുന്നത്. ഓസ്മാൻ അലി ഖാൻ, $2030 ബില്യൺ. ഓസ്മാൻ അലി ഖാൻ. എൻ്റെ മോനെ, എടാ ചെങ്ങായി ഹൈദരാബാദുകാരനാണ്. എൻ്റെ നിസാം ഡൈനാസ്റ്റിയിലുള്ള പുള്ളിയാണ്. എൻ്റെ മോനെ, ഇത് കിട്ടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരു പുള്ളീനൊക്കെ ഞാൻ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പറയാലോ, അതും 1967 പുള്ളി ഡൈ ചെയ്യുന്നത്. പുള്ളി ഒരു ഇന്ത്യക്കാരൻ. 230 ബില്യൺ. അതും ആ ഒരു സമയത്ത് ഉണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കണം. പുള്ളിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 1886 തൊട്ട് 1967 വരെ. ആ സമയത്ത് 230 ബില്യൺ. എൻ്റെ അമ്മോ, അമ്മക്ക് ഇത്ര പൈസ ഉണ്ട്. പിന്നെ ജോൺ ഡി റോക്ക് ഫെല്ലർ. പുള്ളി ഒരു അമേരിക്കക്കാരനാണ്. 1839 to 1937 പുള്ളിൻ്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. പുള്ളിക്ക് എത്ര ബില്യണാ? 340 ബില്യൺ. ചെങ്ങനെ സമ്മതിക്കണം. എൻ്റെ അമ്മോ, പുള്ളി ജോൺ ഡി റോക്ക്ഫെല്ലർ. അടുത്തയാളെ കിട്ടിയിരിക്കുന്നത് ഗൈസ്. പിന്നെ എലോൺ മസ്ക് ചേട്ടൻ ആരാണ് അറിയാത്തത്? ഏകദേശം $366 ബില്യൺ. മസ്ക്. പിന്നെ ഈ അടുത്ത് നമ്മുടെ മസ്കിൻ്റെ ഒരു സംരംഭമാണല്ലോ XAI. അത് പബ്ലിക്കിൽ ലിസ്റ്റഡ് ആയിട്ടില്ല. അത് അത്യാവശ്യം നല്ല വാല്യുവേഷൻ ഉള്ളൊരു, ഏകദേശം ഒരു 50 അറൗണ്ട് വാല്യുവേഷൻ ഉള്ളൊരു AI കമ്പനിയാണ്. അതിനകത്ത് നിന്നുള്ള AIൻ്റെ ഡാറ്റാബേസ് വരെ എന്താ പറയുക, ഒരു ചൈനീസ് എഞ്ചിനീയർ, ടെക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ
ചാമ്പിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് നേരെ ചെന്ന് കയറിയത് ChatGPT ഓപ്പൺ എയിലേക്കാണ്. പിന്നെ മാൻസ മൂസ ഓ മാൻസ മൂസ ഓ ഇതാണ് നമ്മുടെ മാൻസ മൂസ. ഓ പുള്ളി 1337 പുള്ളി ഡൈ ചെയ്തത്. പുള്ളി ജനിച്ച ഡേറ്റ് ആ ഒരു സമയമൊക്കെയല്ലേ ഗൈസ്. എവിടെ നിന്നാണ് ജനിച്ച ഡേറ്റ് ഒക്കെ കിട്ടാവുന്നത്? മാൻസ മൂസ നയൻത് മാൻസ ഓഫ് മാലി എംപയറിന്റെ 9th ആയിട്ടുള്ള മാൻസയായിരുന്നു പുള്ളി. മൈ ഗോഡ്. പുള്ളിക്ക് ഒരു ചിൽഡ്രൻ ഒക്കെ ഉണ്ടായിരുന്നു. മഖാൻ വൺ. ഓ മാൻസ മൂസ പുള്ളി 400 ബില്യൺ. മാൻസ മൂസന്റെ റീജിയൻ മാലി എംപയർ, ഈ വാസ്റ്റ് വെസ്റ്റ് ആഫ്രിക്കൻ എംപയർ. വെസ്റ്റ് ആഫ്രിക്കയിലുള്ള ഒരു എംപയറാണിത്. സെനഗൽ, ഗാംബിയ, ഗിനിയ, മാലി, ബുർക്കിന ഫാസോ, നൈഗർ, നൈജീരിയ, ചാഡ്, മൗറിറ്റാനിയ. ഈ ഒരു ഇതായിരുന്നു പുള്ളിൻ്റെ പരിപാടി. പിന്നെ അടുത്ത ആളെന്ന് പറയുന്നത് അഗസ്റ്റസ് സീസറൊക്കെ നമുക്ക് ഭയങ്കര ഫേമസ് ഉള്ളതാണ്. അത് നമ്മൾ കേട്ടിട്ടുണ്ട്. അഗസ്റ്റസ് റോമൻ എംപയർ, പണ്ടത്തെ അഗസ്റ്റസ് സീസർ. അതന്നെ അഗസ്റ്റസ് സീസർ. പിന്നെ ഒക്ടേവിയൻ പുള്ളി അറിയപ്പെടുന്നത്. റോമൻ എംപയറിന്റെ ഫൗണ്ടറാണ് പുള്ളിക്ക് ഏകദേശം ഉണ്ടായിരുന്നത് 5 ട്രില്യൺ. 5 ട്രില്യൺ. ഇന്ത്യൻ്റെ GDPന്റെ മുകളിൽ എത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കറണ്ട് GDP എത്രയാ നോക്കട്ടെ. കറണ്ട് ഇന്ത്യൻ GDP in ട്രില്യൺ. 4.19 to 4.3 ട്രില്യൺ ആണ് ഇന്ത്യൻ്റെ കറണ്ട് GDP വരുന്നത്. അപ്പോഴാണ് പുള്ളിക്ക് എത്രയും ട്രില്യൺ ഓഫ് വാലുവേഷൻ എന്ന് ആ സമയത്തുണ്ടായിരുന്നു. AD എൻ്റെ അമ്മോ AD 14. പിന്നെ BC 63 അല്ല, BC 63 പുള്ളി ജനിച്ച് AD 14 പുള്ളി മരിച്ച്. ഇറ്റലിയിലാണ് പുള്ളി മരിച്ചത്. അഗസ്റ്റോ സീസർ പുള്ളി വൺ ഓഫ് ദ വെൽത്തിയസ്റ്റ് മാൻ. എംപ്രസ് വു സെയ്ത്താൻ ഇങ്ങനെ തന്നെയായിരിക്കും. ഇതൊക്കെ കഷ്ടപ്പാട് ഇതൊക്കെ വായിച്ചെടുക്കാനുള്ള. എംപ്രസാണ്. അതന്നെ വൂസ്. Personal name Tang Dynasty through her husband Emperor Kangxi and later an empress. പുള്ളിക്കാരത്തിൻ്റെ റീജിയൻ നോക്കിയേക്കാം. ചൈനക്കേരിയാണോ? region. അതന്നെ ചൈന ഡ്യൂറിങ് ദ ടാങ് ഡൈനാസ്റ്റി ആൻഡ് ഹെർ സെക്കൻഡ് സോ ഡൈനാസ്റ്റി. നമ്മുടെ ചൈന റീജിയൻ ആണ്. ഓക്കെ, ചൈനീസ് എംപയർ ആണ്. ഷീ റൂൾഡ് ഓവർ ദ ചൈനീസ് എംപയർ. ചൈനീസ് എംപയറാണ് പുള്ളിക്കാരത്തിൻ്റെ പരിപാടിയൊക്കെ. മനസ്സിലായില്ലേ? 16 ട്രില്യൺ. ബ്ലാക്ക് റോക്കിനേക്കാളും വലുതാണ് പുള്ളിക്കാരത്തിക്ക് ആ സമയത്തുണ്ടായിരുന്നത്. പുള്ളിക്കാരത്തി എൻ്റെ അമ്മോ AD 624 പുള്ളിക്കാരത്തി ജനിച്ച്. പിന്നെ മരിച്ചതാണെങ്കിൽ AD 705 പുള്ളിക്കാരത്തി മരിച്ചത്. ഇത്രയും വലിയതാണ്. പിന്നെ അക്ബർ ദ ഗ്രേറ്റ്. അക്ബർ ദ ഗ്രേറ്റ് മുഗൾ എംപയറാണ്. മുഗൾ എംപയറിനെ കുറിച്ച് ഞാൻ പണ്ട് +2 ഇതിന് പഠിക്കുന്നുണ്ടായിരുന്നു. എന്താ ഹ്യൂമാനിറ്റീസിലൊക്കെ പുള്ളിനെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു. ഒന്നും പഠിച്ചില്ല. അതൊരു വലിയ മോശമായി പോയി എന്ന് തോന്നുന്നു. ഉമർകോട്ടിലാണ്, പാകിസ്ഥാൻ. 1542 പുള്ളി ജനിച്ചത്. ഫത്തേപൂർ സിക്രിയിലാണ് 1605 63-ാമത്തെ വയസ്സിൽ പുള്ളി ഡൈഡ് ആയിട്ടുണ്ട്. മുഗൾ എംപയറിൻ്റെ പുള്ളിയാണ് അടുത്തത്. 25 ട്രില്യൺ. എൻ്റെ അമ്മ
എംപറർ ഷെൻസോങ് ഓഫ് സോങ്. എംപറർ ഷെൻസോങ്, അതന്നെ, എംപറർ ഷെൻസോങ് ഓഫ് സോങ്. എൻ്റെ അമ്മ, ഇതും ചൈനയിലാണല്ലോ. ചൈന ചൈന ചൈന. പുള്ളി 1185 മരിച്ചു. 100 തന്നെയല്ലേ? സോറി, 100 അല്ല. പുള്ളി 1048 ജനിച്ച് 1085 പുള്ളി മരിച്ചു. 36 വർഷം ഉണ്ടായിരുന്നുള്ളൂ പുള്ളി. ചൈനയിലാണ് പുള്ളി ഇതാക്കിയേക്കുന്നത് മെയിനായിട്ട്. റീജിയൻ നോക്കട്ടെ. റീജിയൻ എംപറർ monarchy of the Song dynasty which ruled over the vast ചൈന. യെസ്, ഇതും ചൈനക്കാരനാണ്. അടുത്ത പുള്ളി. ഇപ്പം തന്നെ ഈ ലിസ്റ്റിൽ 2 ചൈനക്കാർ 2 ഇന്ത്യക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഇവിടെ നിന്നുള്ള ഹൈദരാബാദുകാരൻ പുള്ളിയുണ്ട്. പിന്നെ നമ്മുടെ ഹൈദരാബാദ് ചേട്ടൻ ഇവിടെ അക്ബർ ദ ഗ്രേറ്റ് ഉണ്ട്. പിന്നെ ഇപ്പം 2 ചൈനക്കാരുണ്ട്. എൻ്റെ മോനെ, 100 ട്രില്യനോ! ജംഗിസ് ഖാനാണ്. ജംഗിസ് ഖാനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? ജംഗിസ് ഖാൻ, അതാ മുഗൾ എംപയർ. എല്ലാവർക്കും അറിയാലോ ജംഗിസ് ഖാൻ. 1162 പുള്ളി ജനിച്ചത്. 1227 പുള്ളി മരിച്ചു. ജംഗിസ് ഖാൻ പുള്ളി ഒരു മുഗൾ എംപയർ. പുള്ളി വാസ്റ്റ്, അതായത് ചൈനയും അതേപോലെ തന്നെ സെൻട്രൽ ഏഷ്യയിലെയും മെജോറിറ്റി ഓഫ് ലാൻഡാണ് പുള്ളി അക്യൂർ ചെയ്യുക, കീഴടക്കിയതിന് ശേഷം റൂൾ ചെയ്ത് ചെങ്കിസ് ഖാൻ. ഗൈസ്, ഇതിനകത്ത് ഏറ്റവും വലുത് ചെങ്കിസ് ഖാനാണ്. 100 ട്രില്യൺ. 100 ട്രില്യൺ ഗൈസ്. എന്തുമല്ല ഇത്? 100 ട്രില്യൺ. 1, 2 അല്ല, 100 ട്രില്യൺ വെച്ചിട്ടൊക്കെയാണ് ഇവരുടെ കളി എന്ന് പറയുന്നത്. ഗൈസ്, ആപ്പിളിന്റെ മറ്റേ എയർപോർട്ട് കണ്ടില്ലായിരുന്നു? അതിപ്പം ഭയങ്കര കിടിലൻ സാധനമാണ്. അതായത് ആ ഒരു ആപ്പിളിന്റെ എയർപോർട്ടിന് അവർ കൊടുത്തിരിക്കുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരാൾ ഹിന്ദി സംസാരിക്കുക, ഒരാൾ തെലുങ്ക് സംസാരിക്കുക. അപ്പം ഈ ഹിന്ദി പറയുന്ന ആൾക്ക് ഈ തെലുങ്കിൽ സംസാരിക്കുന്ന ആള് ഈ ആപ്പിളിന്റെ എയർപോർട്ട് ഉണ്ടെങ്കിൽ അത് തെലുങ്കിൽ കൺവേർഷൻ ആവും. അതേപോലെ തന്നെ ഈ ഹിന്ദി സംസാരിക്കുന്ന ആൾക്ക് ഈ തെലുങ്ക് പറയുന്ന ആളുടെ ലാംഗ്വേജ് ഹിന്ദിയിലേക്കും കൺവേർഷൻ ആവും. അത് ഭയങ്കര ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗുഡ് ഫീച്ചറാണ്. ആപ്പിളിന്റെ ടെക്നോളജി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിനി ലാംഗ്വേജ് ബാരിയേഴ്സ് ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, ഞാൻ കുറച്ച് സാധനമൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളോട് പറയാനായിട്ട്. ഇനി നമ്മുടെ കോർപ്പറേറ്റ് കമ്പനികളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. കോർപ്പറേറ്റ് കമ്പനി, അതെ, കോർപ്പറേറ്റ്. ഓക്കെ, നമ്മളിനി ഓരോരോ കമ്പനികളെ കുറിച്ച് പറയാൻ പോവാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എംപ്ലോയീസ് ഉള്ള കമ്പനീസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് TCS ആണ്. എല്ലാവർക്കും അറിയാലോ TCS. സിമ്പിൾ. ഏകദേശം 6.13 lakh ആളുകളാണുള്ളത്. 6.13 lakh. ഗ്ലോബലി TCS ആണ് നമ്പർ 1. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ കമ്പനീസ് കേട്ടോ. അതേപോലെ തന്നെ ഇനി അടുത്ത് 3.23 ആൾക്കാർ ഏകദേശം. അത് വരുന്നത് ഇൻഫോസിസ് ആണ്. രണ്ടാമത് ഇൻഫോസിസ്. അടുത്ത് വിപ്രോ ആണ്. 2.33 ലക്ഷം. മൈ ഗോഡ്, 2,33,000 ജോലിക്കാരുണ്ട് വിപ്രോയ്ക്ക്. പിന്നെ അടുത്തത് HCL ടെക് ആണ്. 2.23,000. 2,23,000 ആൾക്കാർ ആ ഒരു കമ്പനിയിൽ. മൈ ഗോഡ്. പിന്നെ ടെക് മഹീന്ദ്ര 1.48 ആൾക്കാർ. ടെക് മഹീന്ദ്ര. പിന്നെ LTI മൈൻട്രി. അങ്ങനെ തന്നെയല്ല ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ആയിരിക്കൂലേ? അതന്നെയായിരിക്കും. അതിന് 83,800 ആൾക്കാർ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കോഫോജിൽ 34,100 ആൾക്കാർ. പിന്നെ അതിനുശേഷം മെഫാസിസിൽ 31,000 ആൾക്കാർ. പിന്നെ പേഴ്സിസ്റ്റൻറ്റിൽ 25,300 ആൾക്കാർ. പിന്നെ L&T ടെക്നോളജി സർവീസ് 23,600 ആൾക്കാർ. പിന്നെ KPITയിൽ 12,500 ആൾക്കാർ. എനിക്കിതിനകത്ത് ആദ്യത്തെ 5 കമ്പനികൾ എനിക്കറിയായിരുന്നു. ബാക്കി എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ ഇവരെ കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ബാക്കി ഇങ്ങനെ കമ്പനീസ്